രാവിലെ തുടരുമ്പോൾ നമ്മൾ ഇനി അതിഥികൾ നമുക്കൊപ്പമുണ്ട്. അതിലേക്ക് പോകാം. കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ എമർജിംഗ് വൈക്കം നിർമ്മിച്ച തിരികെ എന്ന ഷോർട്ട് ഫിലിം വൈറലാവുകയാണ്. 2024 ഫെബ്രുവരിയിലാണ് ഷൂട്ടിംഗ് ആരംഭിച്ചത്. വൈക്കം ഡിവൈഎസ്പി ആണ് ഷോർട്ട് ഫിലിമിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചിരിക്കുന്നത്. വൈക്കത്തെ നവമാധ്യമ കൂട്ടായ്മ എമർജിംഗ് വൈക്കത്തിന്റെ നിർമ്മാണത്തിൽ ഷാഹുൽ ഹമീദാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. മികച്ച പ്രേക്ഷക പ്രതികരണവുമായി മുന്നേറുകയാണ് ഈ ഷോർട്ട് ഫിലിം. ഈ ഷോർട്ട് ഫിലിം എന്തായാലും ഒരുപാട് കുട്ടികൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് യൂട്യൂബിൽ ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് ഒരുപാട് പേര് ഏറ്റെടുത്തു കഴിഞ്ഞു. അവർക്കൊക്കെ വലിയ സന്തോഷത്തോടെ കുട്ടികളിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അതിഥികൾ നമുക്കൊപ്പം ചേരുകയാണ്. എമർജിംഗ് വൈക്കം ചീഫ് അഡ്മിനായ അഡ്വക്കേറ്റ് എ മനാഫ്, ഒപ്പം ഗായകനും ഇതിൽ അഭിനയിച്ചിരിക്കുകയും ചെയ്യുന്ന ദേവാനന്ദ്, സൗമ്യ നിതേഷ്, ഒപ്പം സംവിധായകൻ ഷാഹുൽ ഹമീദ്, ഹാരിസ് മണ്ണഞ്ചേരി എന്നിവർ ചേരുകയാണ്. ഞാൻ ആദ്യം സംവിധായകനിലേക്ക് പോവുകയാണ്. വെരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. എന്തായാലും നിങ്ങളുടെ ഈ ഒരു പ്രോജക്റ്റ് അത് ഏറ്റെടുത്തു കഴിഞ്ഞു പ്രേക്ഷകർ എന്നുള്ളതാണ്. സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു തീമാണെങ്കിൽ പോലും അതിൻ്റെ വ്യത്യസ്തത കൊണ്ട് അത് ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞതുകൊണ്ട് കുട്ടികളും രക്ഷിതാക്കളും ഒരുപോലെ അത് കമൻറ്റ് ചെയ്തിട്ടുമുണ്ട്. ഞാൻ യൂട്യൂബ് കമൻസിലൂടെയൊക്കെ ഒന്ന് പോവുകയായിരുന്നു. സംവിധായകൻ പറയൂ, എങ്ങനെയാണ് ഈ ഒരു ചിത്രം താങ്കളിലേക്ക് വരുമ്പോൾ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തിയത്? അതുമായിട്ട് ന്യൂസ് 18 എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. ഇത്തരം വലിയൊരു ലഹരി എന്ന മഹാവിപത്ത് ഇന്ന് സമൂഹത്തിലേക്ക്, പ്രത്യേകിച്ച് കുട്ടികളിലേക്ക് കടന്നു വരുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ചുറ്റുപാടും കണ്ടിരിക്കുന്നത്. വൈക്കത്തെ സോഷ്യൽ മീഡിയ കൂട്ടായ്മയായിട്ടുള്ള എമർജിംഗ് വൈക്കം ലഹരിക്കെതിരെ 2018 മുതൽ ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിൻ നടന്ന് മുന്നോട്ട് പോകുന്ന വരികയാണ്. അപ്പോഴാണ് നമുക്ക് ഏറ്റവും എളുപ്പമായ രീതിയിൽ കുട്ടികളിലേക്ക് ഒരു സന്ദേശം നമുക്ക് കൊടുക്കുവാൻ ഏറ്റവും നല്ല മാർഗം സോഷ്യൽ മീഡിയ, അതേപോലെ തന്നെ മീഡിയാസ് വഴി ചെറിയ ഷോർട്ട് ഫിലിം ആക്കിയിട്ട് ഒരു മൂവി ചെയ്യാമെന്ന് എമർജിംഗ് വൈക്കം തീരുമാനിക്കുക. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തില് തിരികെ എന്ന ഷോർട്ട് ഫിലിമിന്റെ പിറവി എടുക്കുന്നത്. മാഡം പറഞ്ഞ പോലെ തന്നെ വൈക്കത്ത് ഡിവൈഎസ്പി അത് ഷൂട്ട് ആരംഭിക്കുകയും, സ്വിച്ച് ഓൺ കർമ്മം നടത്തി ഷൂട്ട് ആരംഭിക്കുകയും കഴിഞ്ഞ 8-ാം തീയതി കോട്ടയത്തിന്റെ ബഹുമാനപ്പെട്ട പോലീസ് മേധാവി ഷാഹുൽ ഹമീദിയെ സാർ ഉദ്ഘാടനം ചെയ്യുകയും തരിമൂർത്തി അടക്കമുള്ള കുട്ടികളടക്കമുള്ള വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ അത് പ്രദർശനോദ്ഘാടനം നടത്തുകയുണ്ടായി. ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു ലഹരിക്കെതിരെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുക എന്നുള്ളത് ശരിക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമുക്കറിയാം, ജോണി വാക്കർ എന്ന സിനിമ തൊട്ട് നമ്മൾ ലഹരിക്കെതിരെയുള്ള ഒരു ഷോർട്ട് ഫിലിമുകളും അല്ലെങ്കിൽ സിനിമകളിലൊക്കെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഷോർട്ട് ഫിലിമുകളുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇതെങ്ങനെ ചെയ്യുന്നുള്ള ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. നമ്മളിതിന്റെ സ്ക്രിപ്റ്റ് എടുത്തത് നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കോമ്പറ്റീഷനിലൂടെയാണ് എമർജിംഗ് വൈക്കം സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തത്. ഇതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് എടുത്ത് അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് വൈക്കത്ത് നിന്നുള്ള ഞങ്ങളുടെ എമർജിംഗ് വൈക്കത്തിലുള്ള തന്നെ ആർട്ടിസ്റ്റുകളെ ഉൾപ്പെടുത്തണമെന്നുള്ള നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഗായകൻ വൈക്കം ദേവാനന്ദും, അതുപോലെ നമ്മൾ സൗമ്യ നിതീഷും, കോമഡി ആർട്ടിസ്റ്റ് ബാസി, ഹാരിസ്, സിനിമാ പ്രവർത്തകനായിട്ട് ഹാരിസ് മണ്ണഞ്ചേരി, അങ്ങനെ ഞങ്ങളടങ്ങുന്ന വലിയൊരു ഗ്യാങ്. അതിന് നേതൃത്വം കൊടുത്തത് ഇതിന്റെ ചീഫ് അഡ്മിനായിട്ടുള്ള അഡ്വക്കേറ്റ് മനാഫാണ് എമർജിംഗ് വൈക്കത്തിൽ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഇങ്ങനെ വലിയൊരു നാടിനെ ലഹരിയിലേക്ക് കൊണ്ടുപോകുന്ന ആ വിപത്തിനെതിരെ ഞങ്ങൾ ഈ ചെറിയൊരു ഷോർട്ട് ഫിലിമിലൂടെ കുട്ടികളിലേക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്തത്. പക്ഷെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ ലളിതമായിക്കൊണ്ട് അത് അവതരിപ്പിച്ചു എന്നതിലുള്ളതാണ് ഏറ്റവും ഇന്ന് ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ടാണ് കുട്ടികളെല്ലാം ഏറ്റെടുത്ത് ഇന്നിപ്പോൾ 32,000 പേരിലേക്ക് ഇത് കടന്നു കഴിഞ്ഞിരിക്കുന്നു. നല്ലൊരു മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും അതിനകത്ത് സന്തോഷിക്കുന്ന ഒരു അവസ്ഥയിൽ ഇന്നുള്ളത്. ലഹരി എന്ന ഈ മഹാവിപത്ത് നമുക്ക് തുടച്ചു നിൽക്കേണ്ടത് തന്നെയാണ്. അത് കുട്ടികളിൽ നിന്ന് നമ്മൾ തുടങ്ങണം. രക്ഷിതാക്കളും അത് ഏറ്റെടുക്കണം, അധ്യാപകർ ഏറ്റെടുക്കണം, സമൂഹം ഏറ്റെടുക്കണം. അതാണ് നമ്മുടെ ഷോർട്ട് ഫിലിമിലൂടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ശരി, ശ്രീ മനാഫ്, താങ്കളിലേക്ക് എത്തുമ്പോൾ എമർജിംഗ് വൈക്കം ഏറ്റെടുത്തത് ഒരു വലിയ, ഇപ്പോൾ വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണല്ലോ. ഇതിലേക്ക് എത്തിയപ്പോൾ ഈ സ്ക്രിപ്റ്റിന്റെ കാര്യങ്ങളും അത് ഏത് രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നതൊക്കെ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ചിന്ത നടന്നിട്ടുണ്ടാകുമല്ലോ. പറയൂ ഇതിനെക്കുറിച്ച്. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ 2018 ഈ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ എമർജിംഗ് വൈക്കം എന്നുള്ള ഗ്രൂപ്പ് 2014 ഇപ്പൊ അത് ഏകദേശം 10 വർഷത്തോളമായി. അപ്പൊ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ
വെറുതെ പല കാര്യങ്ങളും ചർച്ച ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് സാമൂഹികമായ വിഷയങ്ങൾ ഇടപെടാം, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു തോന്നലാണ് ഇത്തരത്തിലുള്ള ഒരുപാട് പരിപാടികൾ. വൈക്കത്തെ സംബന്ധിച്ചുള്ള ഒരു പാട്ട് വൈക്കം നമ്മുടെ നാട് എന്ന രീതിയിൽ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. 2018 തന്നെ കുട്ടികളുടെ കലാപരമായ കായികപരമായ കഴിവുകൾ ഉയർത്തിക്കൊണ്ടൊരു ടീസർ ലഹരിക്കെതിരായിട്ട്, അവർ ലഹരിയിലേക്ക് പോകാതെ അവരുടെ കഴിവുകളെ പരിപോഷിക്കുന്ന രീതിയിലുള്ള ഒരു ടീസർ ഞങ്ങൾ ഹോപ്പ് 2018 എന്ന രീതിയിൽ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ കുറെ കൂടി വ്യത്യസ്തമായി 2024 ആയപ്പോഴേക്കും അതിന്റെ ലഹരിയുടെ ഉപയോഗം വളരെ വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് ഒരു സിനിമയുടെ രൂപത്തിലേക്ക് അതിനെ ചെയ്യാമെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ 2024 ഫെബ്രുവരി മാസം ഞങ്ങളൊരു ഒരു ഇതിന്റെ ഇനാഗുറേഷൻ, ഈ ലഹരിക്കെതിരായിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിനിലേക്ക് പോകുന്നതിന്റെ ഒരു ഉദ്ഘാടന പരിപാടി നടത്തി. ആ പരിപാടിയുടെ ഭാഗമായി ഞങ്ങൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മത്സരം നടത്തിയിരുന്നു. ആ മത്സരത്തിൽ 10-30 എൻട്രീസ് വന്നിരുന്നു. അതിലേറ്റവും കൊള്ളാവുന്ന ഒരു മത്സരത്തിൽ വിജയിച്ച നൈന മണ്ണഞ്ചേരിയുടെ ഒരു കഥയാണ് ഞങ്ങളിത് സിനിമയിലേക്ക്, ഈ ഷോർട്ട് ഫിലിമിലേക്ക് കൊണ്ടുവരുന്നത്. ഞങ്ങളിത് നേരത്തെ പറഞ്ഞ പോലെ 8-ാം തീയതി റിലീസ് ചെയ്തെങ്കിലും 18-ാം തീയതി വരെ ഞങ്ങൾ ഇത് യൂട്യൂബിൽ പബ്ലിക് ആക്കിയിരുന്നില്ല. കാരണം നമ്മൾ വൈക്കത്തെ മുഴുവൻ സ്കൂൾ കുട്ടികളെയാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ വൈക്കം നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളിൽ ഇതിൽ ആക്ട് ചെയ്തിരുന്ന ദേവാനന്ദ്, സൗമ്യ, ബാസി അടക്കമുള്ള, ഹാരിസ് അടക്കമുള്ള എല്ലാവരും, പണ്ട് പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരും നേരിട്ട് ചെന്ന് സ്കൂളുകളിൽ പോയി ഇത് പ്രദർശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സ്കൂൾ കുട്ടികളിൽ നിന്ന് റിവ്യൂ എടുത്തു, അധ്യാപകർ ഉൾപ്പെടെ അത് കണ്ടു. ലഹരിക്കെതിരായിട്ടുള്ള ഒരു സന്ദേശം അവരിൽ നിന്ന് തന്നെ അവരോട് പകർത്തി, അവർ ഇനി ലഹരി ഉപയോഗിക്കില്ല എന്ന് അവരെ കൊണ്ട് പറയിച്ച് തന്നെയാണ് ഞങ്ങളിത് നടത്തി പോന്നിട്ടുള്ളത്. ഈ 10 ദിവസം കൊണ്ട് വൈക്കത്തെ ഏതാണ്ട് 30 സ്കൂളുകളിൽ ഞങ്ങൾ നേരിട്ട് പോയി ഇത് പ്രദർശിപ്പിച്ചു എന്നുള്ള ഒരു വലിയ ചാരുതാർഥ്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം കേവലം ഒരു യൂട്യൂബ് ചാനലിൽ വന്ന് അത് കുറച്ചുപേര് കണ്ടുപോകുന്നതിനപ്പുറം കുട്ടികളിൽ തന്നെ എത്തണം എന്നുള്ള നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നുകൊണ്ടാണ് അവരെ കൊണ്ടുപോയി പ്രൊജക്ടറും മറ്റ് സംവിധാനവും ഉപയോഗിച്ച് സ്കൂളുകളിൽ പ്രദർശിപ്പിച്ചത്. അതിൽ ഞങ്ങൾ വളരെ സംതൃപ്തരാണ്. നല്ല റെസ്പോൺസ് എല്ലാ സ്കൂളുകളിൽ നിന്നുണ്ടായി. നല്ല രീതിയിലുള്ള സ്വീകരണം എല്ലാ സ്കൂളുകളിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് ലഭിച്ചു. ഇനി കേരളത്തിനാകമാനം ഇത് കുട്ടികളിൽ എത്തിക്കണം എന്നുള്ള ചിന്തയുണ്ട്. അതുപോലെ തന്നെ പ്രിയങ്കരനായ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലും ഇത് റിലീസ് ചെയ്തിട്ടുണ്ട്. ശിവൻകുട്ടി സാറിന്റെ ഫേസ്ബുക്ക് പേജിലും ഈ തിരികെയുടെ ഇത് ഞങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അത്രയും പ്രാധാന്യം ഇതിന് ഗവൺമെന്റ് അടക്കം നൽകി എന്നുള്ള എല്ലാ സന്തോഷവും ഇതിനോടൊപ്പം പങ്കുവയ്ക്കുന്നു. ശരി, ഞാൻ സൗമ്യയിലേക്കൊന്ന് പോവുകയാണ്. സൗമ്യ, അഭിനയം കൂടി ഇതിലേക്ക് വന്നില്ലല്ലോ, പാട്ടുകാരിയാണ് ബേസിക്കലി. അപ്പോൾ ഈ സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? നേരത്തെ അഭിനയിച്ച് പരിചയമുണ്ടോ? നമസ്കാരം. ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അഭിനയം എന്ന് പറയുന്ന ഒരു രംഗത്തേക്ക്. അത് എമർജിംഗ് വൈക്കം എന്ന കൂട്ടായ്മ വളരെ നല്ലൊരു ഉദ്ദേശത്തോടുകൂടെ നമ്മൾ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഇറക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞ് അതിലെ ഒരു ടീച്ചർ ആയിട്ടുള്ള ഒരു റോള് ചെയ്യാൻ സാധിക്കുമോ എന്ന് വിളിച്ചു ചോദിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ആവുന്ന രീതിയിൽ, കാരണം നല്ലൊരു മെസ്സേജ് എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതിന്റെ ആ ഒരു ഉദ്ദേശത്തിൽ എനിക്കും പങ്കെടുക്കണം ഉള്ളത് കൊണ്ട് നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ അതിലേക്ക് ജോയിൻ ചെയ്യാമെന്ന് പറയും. പക്ഷെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഡയറക്ടർ സാറും എല്ലാരും പറഞ്ഞു തന്നതനുസരിച്ച് നന്നായി ചെയ്യാൻ പറ്റിയെന്ന് ഭാഗ്യം. എല്ലാരും അത് ഏറ്റെടുത്തതിൽ ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് പാട്ടിൽ നിന്ന് വ്യത്യസ്തമായ അഭിനയത്തിലേക്ക് പോകുന്നത്, ആദ്യമായിട്ടാണ്. അതിന്റെ അത് നന്നായിട്ട് തന്നെ ചെയ്തു. ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും ഒരു പാട്ട് നമുക്ക് കേൾക്കണം. അതിനു മുമ്പ് ഞാൻ ഹാരിസ് മണ്ണഞ്ചേരിയിലേക്ക് കൂടി പോവുകയാണ്. ഹാരിസ്, ഗുഡ് മോർണിംഗ്. ഈ ഒരു സിനിമയുടെ ഭാഗമായപ്പോൾ എത്രത്തോളം ഒരു ആത്മസംതൃപ്തി, നമ്മൾ നോർമൽ സിനിമയുടെ ഭാഗമാകുന്നതിനപ്പുറം ഈ കുട്ടികളിൽ നിന്നാണല്ലോ എല്ലാം തുടങ്ങുന്നത്. കുട്ടികളിലേക്ക് ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം എത്തിക്കുന്നതിന്റെ ഒരു ഭാഗമായപ്പോൾ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഹാരിസിന്റെ മ്യൂട്ടാണെന്ന് തോന്നുന്നു ഫോൺ. അൺമ്യൂട്ട് ചെയ്യാമോ? കേൾക്കുന്നില്ല, ശബ്ദം കേൾക്കുന്നില്ല. ക്ലിയർ ആയ? കേൾക്കാം, പറഞ്ഞോളൂ. നമസ്കാരം. ആദ്യം തന്നെ ന്യൂസ് 18 പ്രോഗ്രാമിലേക്ക് ഇന്ന് പങ്കെടുക്കാനും കഴിഞ്ഞുള്ള സന്തോഷവും നന്ദിയും ഞാൻ പങ്കുവയ്ക്കുകയാണ്. ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട ഒരു ഷോർട്ട് ഫിലിം എമർജിംഗ് വൈക്കം നിർമ്മിച്ചപ്പോൾ അതിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ 32 വർഷമായിട്ട് മലയാള സിനിമയിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആദ്യമായിട്ടാണ് ഇതുപോലുള്ള ഒരു ഫിലിമിൽ, ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഫിലിമിൽ അഭിനയിക്കുന്നത്. ഇത് മറ്റു പല സിനിമകളിൽ അഭിനയിച്ചതിനേക്കാളൊക്കെ ഏറെ
ഒരു മൈലേജ് കിട്ടുകയും ഒരുപാട് പേരിൽ നിന്നുള്ള അംഗീകാരം കിട്ടുകയും പലരും നേരിൽ വന്ന് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പറയട്ടെ, ഞാനതിന്റെ സ്കൂൾ മാനേജറുടെ ഒരു വേഷമാണ് ചെയ്തിരുന്നത്. അത്ര വലിയ ദൈർഘ്യമുള്ള ഒരു വേഷമല്ല എങ്കിൽ പോലും ആ കഥാപാത്രത്തിന് ഒരുപാട് അംഗീകാരം കിട്ടുകയും പലരും തന്നെ ഇത്തരം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഫിലിമുകളിൽ അഭിനയിക്കണമെന്ന് വന്ന് ഓർമ്മിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ടായി. നിരവധി സിനിമകളിൽ ഞാൻ അഭിനയിച്ചിരിക്കുന്ന വേഷങ്ങളൊക്കെ എന്ന് പറയുന്നത് കൂടുതലും പോലീസ് വേഷങ്ങളോ അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള കഥാപാത്രങ്ങളാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. മയക്കുമരുന്ന് മാഫിയയുടെ കഥാപാത്രങ്ങളും അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഗുണ്ടകളായിട്ടും ഇങ്ങനെയൊക്കെയുള്ള റോളുകളൊക്കെയാണ് ഞാൻ കൂടുതൽ ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ നല്ലൊരു കഥാപാത്രം ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും നന്ദിയും ഇതിന്റെ നിർമ്മാതാവായ എമർജിംഗ് ഗ്രൂപ്പിന്റെ ചീഫ് അഡ്മിൻ മനാഫും അതുപോലെ സംവിധായകൻ ഷാഹുലും അവർ രണ്ടും ചേർന്നാണ് എന്നെ ഇതിലേക്ക് വിളിക്കുന്നത്. അതിനുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇത്തരം സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളുമായിട്ടുള്ള ഫിലിമുകൾ ഒരുപാട് ഇറങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഇതിന്റെ തന്നെ പ്രദർശനങ്ങൾ വൈക്കം താലൂക്കിലെ 55ഓളം സ്കൂളുകളിൽ നേരിട്ട് പോയി പ്രവർത്തിച്ച് ഇത് ഒരു ഷോർട്ട് ഫിലിമായിട്ട് വെറുതെ ഇവർ ഇറക്കുക, എമർജിംഗ് ഗ്രൂപ്പ് ഇറക്കുക മാത്രമല്ല ചെയ്തത്, എല്ലാ സ്കൂളുകളിലും പ്രദർശിപ്പിക്കുകയും അതിൽ സാങ്കേതിക വിദഗ്ധരും അതിലെ കലാകാരന്മാരും നടന്മാരും ഒക്കെ അതിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് എല്ലാ സ്കൂളുകളിലും നേരിട്ടുള്ള ഒരു ബോധവൽക്കരണം നടത്തുകയും കൂടി ചെയ്തു. വെറുതെ ഒരു ഷോർട്ട് ഫിലിം അവതരിപ്പിച്ച് ഒരു കടമ നിർവഹിക്കുന്നതല്ല, അപ്പുറത്തേക്ക് എല്ലാ സ്കൂളുകളിലും കുട്ടികളെ നേരിട്ട് ബോധവൽക്കരിക്കാനുള്ള ഒരു ശ്രമം ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി അവസരത്തിൽ അറിയിക്കുകയാണ്. ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് വളരെയേറെ സന്തോഷം ഞാൻ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. ശരി, ഷാഹുൽ ഒരു വലിയ ടീമാണ്. നമുക്ക് വളരെ കുറച്ച് പേരെ നമുക്ക് രാവിലെയിലേക്ക് അതിഥിയായിട്ട് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരെ കുറിച്ച് കൂടി ഒന്ന് പറയണം സംവിധായകൻ. കാരണം എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത് ആ പോലീസ് വേഷത്തിൽ അവസാനം എത്തി കുട്ടികൾക്ക് മെസ്സേജ് കൊടുക്കുന്ന ആൾ, അദ്ദേഹത്തെ കുറിച്ച് പറയണം. അദ്ദേഹം സംസാരിക്കുന്നത് നമുക്ക് ശരിക്കും ശ്രീ സുരേഷ് ഗോപിയെ പെട്ടെന്ന് ഓർമ്മ വരുന്ന രീതിയിലാണ് ആ സംസാരം, അദ്ദേഹത്തിന്റെ സ്ലാങ് ഒക്കെ തോന്നിയത്. അദ്ദേഹം അങ്ങനെ തന്നെയാണോ സംസാരിക്കുന്നത് അതോ മനഃപൂർവ്വം അങ്ങനെ ആക്കിയതാണോ? അല്ല, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സ്ലാങ് അത് തന്നെയാണ്. ഞാനൊരു പ്രാവശ്യം ഫോണിൽ അദ്ദേഹത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോണ്ടാക്ട് ചെയ്തപ്പം ഈ ശബ്ദത്തിന് ഞാൻ ഫുൾ സമയം, അപ്പൊ ഞാനോർത്ത് ജന്മന കിട്ടിയ ഒരു ശബ്ദമായിട്ട് പോലെ എനിക്ക് തോന്നുകയുണ്ടായി. അപ്പൊ ഇതിപ്പോ സുരേഷ് ഗോപി സാറിന് അതേ വോയിസ്, അതേ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം അതേപോലെ തന്നെ അദ്ദേഹം പെരുമാറുന്നത്. അപ്പൊ ഞങ്ങള് ഈ കുറച്ചു മുമ്പ് നമ്മുടെ അഡ്മിൻ പറഞ്ഞ ഞങ്ങള് ഹോപ്പ് 2015 തുടർച്ചയായിട്ട് തന്നെ ആദ്യം നമ്മൾ ഒരു ഇതിന്റെ ഒരു ഷോർട്ട് ഫിലിമിന്റെ തിരക്കഥ സെലക്ട് ചെയ്തിട്ട് അവരെ ഒരു അംഗീകരിക്കുന്ന ഒരു വേദിയും ഈ നമ്മൾ അബ്ദുൽ ബാസിർ സാറിന്റെ ഒരു ക്ലാസ്സും കൂടി അന്ന് നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. അന്നാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, ചാനലിലൊക്കെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. സുരേഷ് ഗോപി സാറുമായിട്ട് പോലും നേരിട്ടിരുന്ന ഇന്റർവ്യൂ ചെയ്യുന്ന ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹം ശരിക്കും പറഞ്ഞ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസറാണ്. അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂൾ കുട്ടികളിലും പൊതുസമൂഹത്തിലും ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്ന സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപി സാറിന്റെ വോയിസിലൂടെ തന്നെയാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയപ്പോ ഈ കഥാപാത്രങ്ങൾ നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞ് ഈ ലാസ്റ്റ് ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ഒരിതുണ്ട്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നോ അതോ നമ്മൾ എമർജിംഗ് വൈക്കത്ത് തന്നെ ഒരുപാട് കലാകാരന്മാരുടെ നാടാണ് വൈക്കം. അവിടെ അത്യാവശ്യത്തിന് എല്ലാവരും ഉണ്ട് അവിടെ. എങ്കിലും ആലോചിച്ചു ഒരാളെ സ്ട്രൈറ്റ് എടുക്കാം എന്ന്. അപ്പൊ വേറെ ആരെയിലേക്കും പോകേണ്ടി വന്നില്ല. ഡോക്ടർ ബാസ് സാറിനോട് ചോദിച്ചു, സാർ ഇന്ന പോലെ ഇന്ന വേഷമുണ്ട്, ക്ലാസ് സാർ ചെയ്യുന്ന പരിപാടി തന്നെയാണ്, മോട്ടിവേഷൻ ക്ലാസ് ആണ്, അപ്പൊ നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ സാർ പറഞ്ഞു തീർച്ചയായിട്ടും ഞാനത് ഒന്ന് ചെയ്യാം, ഒരു കുഴപ്പമില്ല എന്ന് പറയുകയും അദ്ദേഹത്തിന്റെ ഡേറ്റ് എടുക്കുകയും ഞങ്ങൾ ഡേറ്റ് ക്രമീകരിച്ച് അദ്ദേഹത്തെ ഇതിലേക്ക് എത്തിക്കുകയും ചെയ്യുകയും ചെയ്തത്. അപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പുള്ളിയോട് പറഞ്ഞ് ഇതാണ് ഈ നമുക്ക് കൊടുക്കേണ്ട മെസ്സേജുകൾ ഇതാണ് പറഞ്ഞ്, ഞാൻ എന്റെ രീതിയിൽ ക്ലാസ് എടുക്കാം, സാറ് പറഞ്ഞ രീതിയിൽ ആ ഡയലോഗ് കേട്ടിട്ട് ഞാൻ ക്ലാസ് എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ക്ലാസ് എടുത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതിനകത്തുനിന്ന് എടുത്തതാണ്. ഇത്രയും നല്ല രീതിയിൽ അത് മറിച്ചതായി. ശരിക്കും പറഞ്ഞ ഷോർട്ട് ഫിലിമിന്റെ ഹൈലൈറ്റ് ആണ് അവസാനം വരുന്ന ശരിക്കും എല്ലാരും ജീവിക്കുകയായിരുന്നു എന്ന് പറയാം അല്ലെ? അഭിനയിച്ചത് കുറവാണ്, എല്ലാരും ആത്മാർത്ഥമായിട്ട് അവരുടെ കഴിവുകൾ മുഴുവൻ പുറത്തെടുത്തു. ശരി, സോറി എന്റെ വാക്യം പിൻവലിക്കുന്നു. അഭിനയിക്കുകയല്ലായിരുന്നു, ജീവിക്കുകയായിരുന്നു. ദേവാനന്ദ കൂടി നമ്മുടെ ഷോയിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. അദ്ദേഹം എത്തിയിട്ടില്ല, അദ്ദേഹത്തിന്റെയും കൂടി കുറിച്ച് പറയാമോ? ദേവാൻജി ഞങ്ങളെ വൈക്കം ഞങ്ങളുടെ അഭിമാനമാണ്, വൈക്കത്തിന്റെ അഭിമാനമായിട്ടുള്ള വൈക്കത്തിന്റെ പിന്നണി ഗായകനാണ്. കരിമീക്കുരുവി കണ്ടില്ല എന്നുള്ള സൂപ്പർ ഹിറ്റ് ഗാനത്തിലൂടെ കേരളം
മലയാളികൾ അറിഞ്ഞ ഗായകൻ. അപ്പോൾ ഞങ്ങൾ ഇതിനകത്തൊരു പോലീസ് ഓഫീസർ ഒരു വേഷമുണ്ട്, SHO, സ്റ്റേഷൻ ഹൗസിംഗ് ഓഫീസറുടെ വേഷത്തിൽ. അപ്പം ആരെ നമുക്ക് വെക്കുന്നുള്ളതിന്റെ അപ്പം ശരിക്കും പറഞ്ഞാൽ വൈക്കത്തുള്ള കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള വ്യക്തികളെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാന്ന് വെച്ചു. അങ്ങനെ ഫസ്റ്റിലെ തന്നെ വേറെ ഒന്നിലേക്കും പോകേണ്ടി വന്നില്ല. ഫസ്റ്റിലെ ഞാൻ പറഞ്ഞ ഒരു മുഖം ദേവാനന്ദ ചേട്ടന്റെ ആയിരുന്നു. എന്ന് വെച്ചാൽ ആ ഓഫീസറിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാല് വലിയ ഷൗട്ടിങ്ങും ബഹളമൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്കൂളിൽ ഇങ്ങനെ ഒരു കുട്ടി ലഹരിക്ക് ഇതായിട്ട് അബദ്ധത്തിൽ അവൻ ചെന്നപ്പെട്ട് അവൻ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കണം, അവനെ തിരികെ നമുക്ക് എത്തിക്കണം സ്കൂളിലേക്ക്. അപ്പം അതിന് പറ്റിയ ഒരാളായിരിക്കണം, അതിന് ആ സ്കൂളിൽ ചെന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ട ഒരാൾ. അപ്പം അദ്ദേഹത്തിന്റെ ശരീരഭാഷയും മുഖഭാഷയിലും എല്ലാം ഒരു എല്ലാ പോലീസ് ഓഫീസറുടെ ലുക്കും ഉണ്ട്, എന്നാൽ ആ മുഖത്ത് അതിൻ്റെതായിട്ടുള്ള ഭാവങ്ങളെല്ലാം പ്രകടിപ്പിക്കും എന്നുള്ള അന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. പക്വതയോടുകൂടി ആ വേഷം കൈകാര്യം ചെയ്ത് ഏറ്റവും നല്ല രീതിയിലാക്കിയിട്ടുണ്ട് എല്ലാവരും. ശരി, മനാഫിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ പോവുകയാണ്. ഇത്തരത്തിലൊരു കാര്യം, ഇത്തരത്തിലൊരു വലിയ ഉദ്യമം നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ, പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ കൊണ്ടുപോയി ഇത് പ്രദർശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ കുട്ടികളുടെ അടുത്തു നിന്നുള്ള നേരിട്ടുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടണം. അവരുടെ മുഖത്ത് എന്താണ് എക്സ്പ്രഷൻ എന്നൊക്കെ നമുക്ക് അന്നേരം തന്നെ കാണാൻ സാധിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടല്ലോ. നിങ്ങൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്? നിങ്ങൾ 100% ആക്കാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം ഞങ്ങളിത് തീരുമാനിക്കുമ്പോൾ തന്നെ സ്കൂളുകളിൽ കൊണ്ട് കാണിക്കണമെന്നത് ആദ്യം തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. കാരണം ഇത് സേവനമായ ഒരു യൂട്യൂബിൽ മാത്രം പോരാ, സ്കൂളിലെ കുട്ടികളിൽ ഈ ഒരു സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവരുടെ മുഖത്ത് അവരോട് ഞങ്ങൾ ചോദിച്ചിരുന്നു, നിങ്ങൾ ഇനി ആരെങ്കിലും ലഹരി നിങ്ങളോട് കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ പറഞ്ഞാൽ ചെയ്യുമോ? എല്ലാവരും ഒരേ ശബ്ദത്തിൽ ഇല്ല, ഇതെന്തിനെതിരെയുള്ള ഷോർട്ട് ഫിലിമാണെന്ന് മനസ്സിലാവും, ലഹരിക്കെതിരെ ഇവർ ഒരുമിച്ച് പറയുവാണ്. ചില ആളുകൾ വളരെ ആവേശത്തോടു കൂടി അത് പറയുന്നത് കണ്ടിരുന്നു. അതുപോലെ ഇതിനകത്ത് അഭിനയിച്ച ഇപ്പൊ സൗമ്യ അടക്കമുള്ള ടീച്ചറുടെ റോൾ ചെയ്ത ആളാണ്. അപ്പോ ഈ കുട്ടികൾ പല സ്ഥലത്തും സൗമ്യയോട് ഇതിന് ശേഷം വന്ന് വളരെ സ്നേഹത്തോടുകൂടി നിൽക്കുകയും ഇനിയും സ്കൂളിൽ വരുമോ എന്ന് ചോദിക്കുകയും. അപ്പോൾ അതുപോലെ ചില സ്കൂളുകളിലെ ടീച്ചർമാര് ഞങ്ങള് ഇതുപോലൊരു ടീച്ചർ ആവാൻ ഞങ്ങളും ശ്രമിക്കുകയാണ് എന്ന് പറയുന്ന കമന്റുകൾ ചില അധ്യാപകരുടെ ഭാഗത്തുനിന്ന് അടക്കം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ തിരികെ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണ്. കാരണം ആ കഥാപാത്രത്തെ പോലെ ആവണമെന്ന് അധ്യാപകർ തന്നെ ചിന്തിക്കുന്നു. കുട്ടികൾ ഇനിയും ഈ ടീച്ചർ വരുമോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഓരോ ക്യാരക്ടേഴ്സിനെയും പൂർണ്ണമായും സ്വീകരിച്ചു എന്നുള്ള ഒരു അംഗീകാരമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മൊബൈലിൽ. ഞാൻ സൗമ്യയിലേക്ക് ഒന്ന് പോവുകയാണ്. സൗമ്യ നേരത്തെ പറഞ്ഞ, സൗമ്യ ഇതുപോലെ നേരത്തെ ഈ കുട്ടികൾക്ക് മാത്രമല്ല ഒരു ബോധവൽക്കരണം, ടീച്ചേഴ്സിന് കൂടിയാണ്. അപ്പം നല്ലൊരു ടീച്ചർ, അധ്യാപികയായി അഭിനയിക്കാൻ കഴിഞ്ഞെന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പം ഞങ്ങൾക്കൊരു പാട്ട് കൂടി കേൾക്കണം. ഗായികയാണല്ലോ ബേസിക്കലി. അതെ അതെ, തീർച്ചയായിട്ടും. ഈ സ്കൂളുകളിൽ പ്രദർശിപ്പിക്കാൻ പോയപ്പോഴും ഈ ടീച്ചർ എന്നുള്ള രീതിയിൽ മറ്റൊരു രീതിയിൽ കുട്ടികളിൽ എത്താൻ സാധിച്ചതും ഈ പാട്ട് കൊണ്ട് തന്നെയാണ്. അവർക്ക് എല്ലാവർക്കും ഓരോ പാട്ട് പാടി കൊടുത്തപ്പം അതിന്റെ ഒരു അറ്റാച്ച്മെന്റ് വേറെ ആയിരുന്നു കുട്ടികൾക്ക്. അപ്പം ഈ ഒരു ടീമിൽ വന്നിട്ട് ഒരുപാട് നല്ല എക്സ്പീരിയൻസ്, നല്ല നല്ല മൊമെന്റ്സ് അതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. എന്തായാലും രണ്ടുപേരും പാടാം. ശരി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. ഓക്കെ, അപ്പൊ എന്തായാലും എമർജിംഗ് വൈക്കത്തിന് ഒരു പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. ഒപ്പം ഈ ടീമിന്, നിങ്ങളുടെ ഈ നല്ല ടീം അത് മുന്നോട്ട് പോകട്ടെ. ഇനിയും നിങ്ങളിൽ നിന്ന് നല്ല വർക്കുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ സൗമ്യ പാടിയതുപോലെ കുട്ടികൾ ബട്ടർഫ്ലൈകളായി പറക്കട്ടെ, നല്ല ആകാശം കണ്ടെത്താൻ കണ്ടെത്തിക്കൊടുക്കാൻ ടീച്ചർമാർക്ക് കഴിയട്ടെ. എല്ലാവർക്കും നന്ദി. ഞങ്ങൾക്ക് അതിഥിയായി. പറഞ്ഞോളൂ.
മറ്റൊന്നുമല്ല, നമ്മളിത് യൂട്യൂബിലേക്ക് റിലീസ് ചെയ്തപ്പോ അത് പറയാൻ മറന്നുപോയി. ആ. നമ്മൾ യൂട്യൂബിലേക്ക് റിലീസ് ചെയ്തപ്പോൾ നമ്മുടെ ഒട്ടനവധി നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം വാനമ്പാടി ചിത്ര ചേച്ചി ഇത് കണ്ടു. നേരത്തെ മനാഫ് പറഞ്ഞ പോലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കണ്ടു. നമ്മൾ ചിത്ര ചേച്ചി കണ്ടു. പിന്നെ എന്റെ മെസ്സേജുകൾ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡയറക്ടർ ജിത്തു ജോസഫ്, ആ. പിന്നെ നമ്മുടെ വൈക്കത്തിന്റെ തന്നെ സ്വന്തം ഡയറക്ടർ തൽമൂർത്തി, അങ്ങനെ ഒട്ടനവധി ഡയറക്ടേഴ്സും അവരെല്ലാവരും കണ്ടു. അവർ ആശംസകൾ അറിയിച്ചു. അവരുടെയൊക്കെ യൂട്യൂബ് പേജ് വഴിയും കൂടിയാണ് ഇത് ഷെയർ ചെയ്തേക്കുന്നത് എന്നുള്ള സന്തോഷം കൂടി അറിയിക്കുന്നു. അവർക്കൊക്കെ ഈ തീർച്ചയായും. അവസരത്തിൽ എല്ലാവർക്കും, നമ്മളെ സഹായിച്ചതും സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പ്രത്യേകം ന്യൂസ് 28 പ്രത്യേകം നന്ദി. താങ്ക് യു സോ മച്ച്. അതിഥിയായെത്തിയതിന് എല്ലാവർക്കും താങ്ക് യു.